ഓം ശ്രീനാരായണ പരമഗുരവേ നമ. ഓം ശ്രീ ശാരദാംബികായേ നമ. ശ്രീ ഗുരുവും ശ്രീ ശാരദയും എന്ന നമ്മുടെ കുടുംബ കൂട്ടായ്മയിലെ എല്ലാ ആത്മസഹോദരങ്ങൾക്കും എൻ്റെ വിനീത നമസ്കാരം. ഇടവമാസത്തിലെ ചതയത്തിൽ തുടങ്ങിയ ഈ ഗുരുദേവ കഥാമൃതങ്ങളിലൂടെയുള്ള അന്വേഷണം ഇന്ന് 26-ാമത്തെ ദിവസത്തിലെത്തി നിൽക്കുകയാണ്. ഈ ഒരു മഹായാത്രയ്ക്ക് എനിക്ക് അനുഗ്രഹം തന്ന ഈ കൂട്ടായ്മയോടുള്ള എൻ്റെ നന്ദി അറിയിക്കുകയാണ്. നാളെ ഒരു ദിവസവും കൂടി ആവുമ്പോൾ ആ ഒരു മാസം ചതയം മുതൽ അടുത്ത ചതയം വരെയുള്ള എൻ്റെ ഈ അവതരണം തീരുകയാണ്. മഹാഗുരുവിൻ്റെ അനുഗ്രഹത്താൽ ഇത്രത്തോളം എത്തുവാൻ എനിക്ക് സാധിച്ചു. ഒരു മുടക്കം കൂടാതെ ഇത് ചെയ്യുവാൻ എന്നെ ഗുരുവിൻ്റെ അനുഗ്രഹം കൊണ്ട് പ്രാപ്തിയാക്കി. നമുക്കേവർക്കും അറിയാം, അഞ്ചുതെങ്ങിൽ ശ്രീ ജ്ഞാനേശ്വരൻ ക്ഷേത്രത്തിൽ ഗുരു പ്രതിഷ്ഠ നടത്തിയ കാര്യം. അവധൂതനായി നടന്നിരുന്ന കാലത്ത് തന്നെ ഗുരു വിശ്രമിച്ചിരുന്ന ഒരു സ്ഥലമാണത്. അവിടുത്തെ പുനഃപ്രതിഷ്ഠ, അവിടുത്തെ പ്രതിഷ്ഠാകർമ്മം നടത്താൻ വേണ്ടി അവിടുത്തെ ജനങ്ങൾ ഗുരുവിനെ വന്ന് കാണുകയും ഗുരുവാണ് അവിടെ പ്രതിഷ്ഠ നടത്തി കൊടുക്കുകയും ചെയ്തത്. ആ ജ്ഞാനേശ്വര ക്ഷേത്രത്തിലേക്ക് ഗുരു ഇടയ്ക്കിടയ്ക്ക് യാത്ര ചെയ്യാറുണ്ടായിരുന്നു. അതുപോലെ അവിടെ വിശ്രമിക്കുകയും പതിവായിരുന്നു. അങ്ങനെയുള്ള ഒരു യാത്രാവേളയിൽ വഞ്ചിയിലാണ് അങ്ങോട്ടേക്ക് പോകുന്നത്. അപ്പോൾ ഗുരു അഞ്ചുതെങ്ങിൽ വിശ്രമിച്ച് തിരിച്ച് ശിവഗിരിയിലേക്ക് പുറപ്പെടുന്ന സമയത്ത് വള്ളം പുറപ്പെടാനായപ്പോൾ ഒരാൾ ഓടി വന്ന് വള്ളത്തിൽ കയറി. അയാൾ ഒരു ഭ്രാന്തനാണെന്നാണ് എല്ലാവരും പറയുന്നത്. മറ്റുള്ള ആളുകൾ ഇയാൾ ഓടി വരുന്നത് കണ്ടപ്പോൾ അയാളെ വള്ളത്തിൽ നിന്ന് ഇറക്കി വിടാനായിട്ട് ശ്രമിച്ചു. പക്ഷേ ഗുരു പറഞ്ഞു, അയാൾ അവിടെ ഇരുന്ന് കൊള്ളട്ടെ. ഗുരുവിൻ്റെ കൽപ്പന ആർക്കും നിരസിക്കാനാവില്ലല്ലോ. അതുകൊണ്ട് തന്നെ അയാൾ വള്ളത്തിൻ്റെ ഒരറ്റത്തിരുന്നു. വള്ളം കുറച്ചങ്ങ് നീങ്ങി തുടങ്ങിയപ്പോൾ അയാൾ ഉച്ചത്തിൽ പാട്ട് പാടാൻ തുടങ്ങി. ഈ പാട്ട് കേട്ടപ്പോൾ ഗുരു ചോദിച്ചു അയാളോട്, പാട്ട് പഠിച്ചിട്ടുണ്ടോ? ഇല്ല, അയാൾ ഉത്തരം പറഞ്ഞു. അപ്പോൾ ഗുരു വീണ്ടും പറഞ്ഞു, എങ്കിൽ പാടരുത്. ഗുരുവിൻ്റെ ആ കൽപ്പന കേട്ട ഉടനെ അയാൾ പറഞ്ഞു, പാടില്ല. അങ്ങനെ അയാൾ പാടില്ല എന്ന് സമ്മതിച്ചു. തികഞ്ഞ മൗനിയായി അവിടെ ഇരുന്നു ആ വള്ളത്തിൽ. കുറച്ച് കഴിഞ്ഞപ്പോൾ ഗുരു അയാളോട് ചോദിച്ചു, പേരെന്താണ്? അയാൾ പറഞ്ഞു, ഭൈരവൻ. ആ, കൊള്ളാമല്ലോ. ആ വള്ളത്തിൽ കുനിഞ്ഞിരുന്ന് അയാൾ ഉറങ്ങാൻ തുടങ്ങി. വള്ളം മെല്ലെ മെല്ലെ ശിവഗിരിയിലെത്തി. എല്ലാവരും വള്ളത്തിൽ നിന്നിറങ്ങി. അഭ്രാന്തനും ഇറങ്ങി. അപ്പോൾ ഗുരു അയാളോട് പറഞ്ഞു, അല്പദിവസം ഇവിടെ താമസിച്ചിട്ട് പോയിക്കൊള്ളൂ എന്ന്. ആ ഉപദേശം കേട്ട അയാൾ അതനുസരിച്ചു. 2 ആഴ്ചയോളം അയാൾ ശിവഗിരിയിൽ താമസിച്ചു. പൂർണ്ണമായും അയാൾ അയാളുടെ അസുഖത്തിൽ നിന്നും മോചിതനായി. പിന്നീട് അയാൾ വീട്ടിലേക്ക് സന്തോഷത്തോടെ മടങ്ങിപ്പോയി. അപ്പോൾ പാട്ട് പഠിച്ചിട്ടില്ല എന്നുള്ള ആ ഉത്തരവും ഇനി പാടരുത് എന്നുള്ള ആ കൽപ്പനയും അനുസരിച്ച അയാൾക്ക് ജീവിതത്തിൽ പിന്നീട് ഒരിക്കലും ആ അസുഖമുണ്ടായിട്ടില്ല. അങ്ങനെ അയാൾ തൻ്റെ സ്വസ്ഥമായ ജീവിതം നയിക്കാൻ സാധിച്ചു. ഗുരുവുമായിട്ടുള്ള ആ സമാഗമം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഇന്നത്തെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്തേ.